പ്രാണനിൽ ഭാഗം 19. മുത്തേ, സൂര്യമോളെ. ഒറ്റ കുതിപ്പിന് അകത്തേക്ക് കടന്ന് ഡോർ ലോക്ക് ചെയ്യുന്ന അജുവിനെ സൂര്യ തളർച്ചയോടെ നോക്കി. നിങ്ങൾ എന്താ ഇവിടെ? അയ്യോ, അച്ഛനും അമ്മയും കണ്ടില്ലേ? ഈശ്വരാ! പെടുന്നനെ ബോധം വന്നതുപോലെ വെപ്രാളപ്പെട്ടുകൊണ്ട് അവൾ എഴുന്നേറ്റുകൊണ്ട് ഓരോന്നും ചോദിച്ചപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ബെഡിൽ കിടന്ന് അവളെ നോക്കി ചിരിക്കുകയാണ് അജു. പ്ലീസ് ഒന്ന് പോ, വെറുതെ പ്രശ്നമാക്കല്ലേ. അമ്മ കണ്ടാൽ പിന്നെ തീർന്നു. എനിക്ക് പേടിയാണ്. സൂര്യ അവൻ്റെ അരികിൽ ചെന്ന് പറയുമ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇട്ടിരുന്നു. ശേഷം പതിയെ അവൾക്കരികിൽ നീങ്ങിക്കിടന്നുകൊണ്ട് അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ടീ അഹങ്കാരി, ഞാൻ പുറത്തുനിന്ന് നിന്റെ അച്ഛനെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങേരുടെ ഒരു കള്ളം പറഞ്ഞു ഞാൻ. അങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റിയത്. കുസൃതി ചിരിയോടെയുള്ള അജുവിൻ്റെ സംസാരം കേട്ടപ്പോൾ സൂര്യ അവനെ കിളി പോയ പോലെ നോക്കി കിടന്നുപോയി. നീ ഇങ്ങനെ നോക്കുവൊന്നും വേണ്ട. എനിക്കറിയാം നിനക്കും എന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്ന്. എന്താ, അങ്ങനെയല്ലേ? സൂര്യയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അജു ചോദിച്ചപ്പോൾ പിടച്ചിലോടെ അവൾ അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി. അപ്പോൾ അജു അവളുടെ മുഖം കൈകൊണ്ട് അവന് നേരെയാക്കി. ഞാൻ നിന്നോടാ സംസാരിക്കുന്നത് സൂര്യ, അപ്പോൾ എന്നെ നോക്കി സംസാരിക്കണം. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിനക്ക് എന്നെ കാണാൻ ആഗ്രഹമില്ലേ? അജു അത് ചോദിച്ചപ്പോൾ അവൾ അറിയാതെ അവനെ നോക്കി തലയാട്ടിപ്പോയി. അത് കണ്ടപ്പോൾ അവൻ പ്രണയത്തോടെ അവളെ നോക്കി. സൂര്യ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ പെണ്ണെ. എൻ്റെ ജീവനാണ് നീ. എന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ നീ എൻ്റെ ഹൃദയം കവർന്നു വിടുത്തളാണ്. ലവ് യു ഡി. അവൻ അതും പറഞ്ഞ് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് സൂര്യ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. പക്ഷേ എന്തുകൊണ്ടോ ആ നിമിഷം അവൻ്റെ ചുംബനം ആസ്വദിക്കാൻ അവൾക്കായില്ല. ഉള്ളു നിറയെ ഇതുവരെയും ചെയ്തു കൂട്ടിയ കുറ്റബോധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അജു എല്ലാം അറിയണം എന്നവൾക്ക് തോന്നി. അല്ലെങ്കിൽ തന്നിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും വഴിയിൽ അവൻ അറിയുകയാണെങ്കിൽ പിന്നെ അവനെ തനിക്ക് നഷ്ടപ്പെടും എന്ന് പോലും അവൾ ഭയന്നുപോയി. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ തന്നെ എല്ലാം അജുവിനെ അറിയിക്കാൻ തീരുമാനിച്ചു. അജുവേട്ടാ. പതിയെ അജുവിനെ നോക്കി അവൾ വിളിച്ചപ്പോൾ അവളിൽ നിന്നുള്ള ആ വിളിയിൽ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൻ അവളെ നോക്കി. അത് കണ്ടപ്പോൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടവൾ എഴുന്നേറ്റു. കൂടെ അവനും. അജുവേട്ടാ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ആരെക്കാളും എന്തിനേക്കാളും ഏറെ. പക്ഷേ. സൂര്യ അതും പറഞ്ഞ് അവനെ നോക്കി. പക്ഷേ? എന്ത് പക്ഷേ എന്നാ? എന്താ സൂര്യ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനറിയാത്ത? ആകുലതയോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ നിർജീവമായ ഒരു ചിരിയോടെ അവൾ അവൻ്റെ ചുമലിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി. പാറുവിനെ ഉപദ്രവിക്കുന്നത്, അമ്മയുടെ ഒപ്പം കൂടി ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, ഒടുക്കം വ്യാസിൻ്റെ ആലോചന വന്നത്, അവനെ ഇഷ്ടമായത്, അവന് വേണ്ടി പാറുവിനോട് അടി കൂടിയത്, മീനുമോളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്, ആദ്യമായി പാറു അടിച്ചത്, അതിനുശേഷം വ്യാസിൽ നിന്നും നേരിടേണ്ടി വന്നത്, അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൂര്യ കരഞ്ഞുകൊണ്ട് അജുവിൻ്റെ ചുമലിൽ മുഖം അമർത്തി. ഞാൻ ചെയ്തതൊക്കെയും തെറ്റ് തന്നെയാണ് അജുവേട്ടാ. പക്ഷേ ഇപ്പോൾ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ചെയ്തു പോയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. എനിക്കിപ്പോൾ ഏട്ടൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ വേണ്ട എന്ന് വെക്കല്ലേ പ്ലീസ്. കരഞ്ഞുകൊണ്ട് സൂര്യ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം അജു ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സൂര്യയ്ക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് അവന് ചിന്തിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയത്തിന് ഒരു കുറവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് നെറുകയിൽ അമർത്തി ചുംബിച്ചു. സൂര്യ, എന്താ പെണ്ണെ ഞാൻ നിന്നോട് പറയേണ്ടത്? കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി ഇനി നീ ആലോചിക്കുകയേ വേണ്ട. ഇപ്പോൾ നീ എൻ്റെ മാത്രം അഹങ്കാരിയാണ്. ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് നീ പശ്ചാത്തപിച്ചില്ലേ? അത് മാത്രം മതി നിന്റെ തെറ്റുകളൊക്കെയും പുറത്തു തരാൻ. അവളെ നോക്കി ചെറു ചിരിയോടെ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സൂര്യ അവളുടെ അതരം അവൻ്റെ അതരത്തോട് കോർത്തിരുന്നു. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി. എങ്കിലും പിന്നീട് അജുവും ആവേശത്തിൽ അവളുടെ അതരങ്ങൾ നുകർന്നു കൊണ്ടിരുന്നു. ഒന്ന് ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കാതെ അവളെ ചുംബിച്ചുകൊണ്ട് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ആ സമയം പ്രണയവും വികാരവും അവരെ രണ്ടുപേരെയും വല്ലാത്തൊരവസ്ഥയിലാക്കിയിരുന്നു. ഇതേ സമയം അമരാവതിയിൽ ബെഡിൽ കിടക്കുന്ന പാറുവിനെ നോക്കി ഇരുവശങ്ങളിലും ഇരിക്കുകയാണ് അച്ഛനും മോളും. ശ്രീ. വ്യാസ് വിളിച്ചപ്പോൾ പാറു ഒന്നും മിണ്ടാത്തത് കണ്ടതും അവൻ മീനൂട്ടിയെ നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു. അപ്പോൾ മീനൂട്ടി കുണുങ്ങി ചിരിച്ചുകൊണ്ട് പാറുവിൻ്റെ ഒപ്പം കിടന്നുകൊണ്ട് അവളുടെ കവിളിൽ കുഞ്ഞിച്ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു. അമ്മേ. തേനും പാലും ചാലിച്ചുകൊണ്ടുള്ള മോളുടെ വാക്കുകൾ കേട്ടപ്പോൾ പാറുവിനെ നോക്കാതിരിക്കാനായില്ല. എന്താടി കുഞ്ഞിപ്പെണ്ണെ? മോളെയും എടുത്ത് ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പാറു പറഞ്ഞപ്പോഴാണ് അവരെ രണ്ടുപേരെയും കൂർപ്പിച്ച് നോക്കുന്ന വ്യാസിനെ കണ്ടത്. നിനക്കെന്താ ഞാൻ വിളിച്ചാൽ മിണ്ടിയാൽ? മോൾ വിളിച്ചാൽ മാത്രമേ നീ വായ തുറക്കത്തുള്ളൂ? അവൻ്റെ ചോദ്യത്തിൽ ദേഷ്യവും പരിഭവവും ഒക്കെ നിറഞ്ഞിരുന്നു. എന്നാൽ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ പാറു മോളെ കൊഞ്ചിച്ചിരുന്നു. ഞാൻ കരുതി അമ്മ മോളോട് ദേഷ്യമായി എന്ന്. കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് മീനൂട്ടി കൊഞ്ചിക്കൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ പാറു മോളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ആണോടാ? അമ്മയ്ക്ക് മോളോടൊരു ദേഷ്യവുമില്ല കേട്ടോ. അതൊക്കെ ചിലരോട് മാത്രമാണ്.
അത് പറയുമ്പോൾ അവൾ വ്യാസിനെ ഇടം കണ്ണിട്ട് നോക്കി. അത് കണ്ട അവൻ അവളെ കുറുമ്പോടെ നോക്കി മീശ പിരിച്ചു. താടി കൈകൊണ്ട് ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ശേഷം ബെഡിലിരിക്കുന്ന മീനൂട്ടിയെ പാറുവിൻ്റെ കയ്യിൽ നിന്നും വാരിയെടുത്തു. മോള് പോയി കളിക്കിട്ടോ, അച്ഛ അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കട്ടെ. മോളെയും കൊണ്ട് അപ്പുറത്തെ പ്ലേ റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ വ്യാസ് പറഞ്ഞു. എന്നാൽ പാറു അത് കേട്ടില്ല. അവൾ കരുതിയത് അവൾ മിണ്ടാത്തത് കൊണ്ട് അവനും മിണ്ടാതെ പോയത് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സങ്കടത്തിൽ അവൾ ബെഡിൽ മുഖം അമർത്തി കിടന്നു. എന്ത് സമ്മാനമാണ് അത്തേ, എനിച്ചും വേണം. റൂമിൽ കയറിയ ഉടനെ തന്നെ മീനൂട്ടി പറഞ്ഞു. അത് അമ്മയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള സമ്മാനമാണ് മോളെ. മോൾക്ക് അച്ഛ വേറൊരു സമ്മാനം കൊണ്ടുവന്നിനല്ലോ. വ്യാസ് അതും പറഞ്ഞ് മീനൂട്ടിയെ നിലത്തേക്കിരുത്തി മോളുടെ കയ്യിൽ വലിയൊരു ടെഡി ബിയറിനെ വെച്ചു കൊടുത്തു. ആഷ്, എനിക്ക് ഇഷ്ടമായി അത്തേ. പാവയെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മീനൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ, അച്ഛ ഇനിയും കുറേ പാവ മോൾക്ക് കൊണ്ടുവന്ന് തരാട്ടോ. ഇപ്പോൾ ഇത് വെച്ച് കളിക്കിട്ടോ, അച്ഛ പോയി അമ്മയെ നോക്കിയിട്ട് വരട്ടെ. വ്യാസ് അത് പറഞ്ഞപ്പോൾ മീനൂട്ടി അവനെ നോക്കി തലയാട്ടി. അത് കണ്ടപ്പോൾ വ്യാസ് മോളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് മുറിക്ക് പുറത്തു നിന്നിറങ്ങി ഡോർ അടച്ചു. ശേഷം പാറുവിൻ്റെ റൂമിലേക്ക് പോയി പതിയെ ഡോർ അടച്ചു. ആ സമയം തിരിഞ്ഞു പോലും നോക്കാതെ കിടക്കുകയാണ് പാറു. വ്യാസ് ഒന്നും മിണ്ടാതെ അവൾക്കരികിലേക്ക് ചെന്ന് അവളോട് ചേർന്ന് കിടന്നു. അപ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു കിടന്ന പാറുവിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് വ്യാസിൻ്റെ മുഖം അവളുടെ സാരിയെ വകഞ്ഞു മാറ്റി വയറിലേക്ക് പതിഞ്ഞു. ഒരു നിമിഷം ശ്വാസം പോലും വിലങ്ങിക്കൊണ്ടവൾ അവൻ്റെ തലമുടിയിൽ കൈകൊരുത്തു. ആ നിമിഷം വ്യാസിൻ്റെ ദന്തങ്ങൾ അവളുടെ പൊക്കിൾ ചുഴിയിൽ ആയത്തിൽ പതിഞ്ഞു. വിച്ചേട്ടാ, അവൻ നൽകിയ നോവിൽ കുറുകിക്കൊണ്ട് അവളുടെ നാവിൽ നിന്ന് അത് കേട്ടപ്പോൾ വ്യാസ് അവിടെ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് അമർത്തി നുണഞ്ഞെടുക്കാൻ തുടങ്ങി. അവൻ്റെ പ്രവൃത്തിയിൽ വിറച്ചുകൊണ്ടവൾ പെരുവിരൽ കുത്തിക്കൊണ്ട് ബെഡിൽ നിന്നും തെന്നി നീങ്ങിയപ്പോൾ അവൻ അവളുടെ ഇരു കൈയിലും തൻ്റെ കൈകൾ കോർത്തുകൊണ്ട് അവളെ അവൻ്റെ താഴേക്ക് അമർത്തി പിടിച്ചു വെച്ചു. പാറു അവൻ്റെ പിടിയിൽ കുതറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നനങ്ങാൻ പോലും സമ്മതിക്കാതെ അവൻ മുഖം അവളുടെ വയറിൽ നിന്നും മേലേക്ക് കൊണ്ടുപോയി. അവൻ്റെ ഓരോ പ്രവൃത്തിയിലും സ്പർശനത്തിലും പിടഞ്ഞുകൊണ്ടിരിക്കുന്ന പാറുവിൻ്റെ മേലെ കയറി കിടന്നുകൊണ്ട് അവൻ തൻ്റെ കാൽ കൊണ്ട് അവളുടെ കാലിൽ കൊരുത്തു പിടിപ്പിച്ചു.